ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ ഗസ്റ്റ് ഹൗസിലെ 14 days ക്വാറന്റൈൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഷിപ്പ് വരാനായിട്ട് ഒരു 8 days അഡീഷണൽ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ പുതിയ അഡ്നോക്ക് ഓഫ് ഷോർ ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ക്ലയൻറ്റ് കമ്പനിയാണ് അഡ്നോക്ക് ഓഫ് ഷോർ. അഡ്നോക്ക് ഓഫ് ഷോറിൻ്റെ പുതിയ റൂൾ പ്രകാരം അഡ്നോക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ 14 days ക്വാറന്റൈൻ നിന്നാൽ മാത്രമേ എനിക്ക് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇന്ന് ഞാൻ വീണ്ടും ഇവിടുന്ന് ഒരു 14 days ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. അതായത് അഡ്നോക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള കോർണിഷ്, അബുദാബിയിലുള്ള കോർണിഷ് ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലായിരിക്കും എൻ്റെ സ്റ്റേ. അപ്പോൾ നെക്സ്റ്റ് 14 days വീണ്ടും ഞാൻ പുറത്തിറങ്ങാൻ പറ്റാതെ 14 days ക്വാറന്റൈനിലായിരിക്കും. അങ്ങനെ വീണ്ടും ഞാൻ ഷാജിയേട്ടനെ വിളിച്ച് അബുദാബിയിലുള്ള കോർണിഷ് ഹോട്ടൽ ലക്ഷ്യമാക്കിയിട്ട് യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷാജിയേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരഴുക്ക് പോലും നമുക്ക് ഇവിടുന്ന് ഈ റോഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ റോഡ് 3-4 lanes ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ലെഫ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ലൈനാണ്, റൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ സ്ലോ ലൈനാണ്. അതുവഴിയാണ് ഈ വലിയ വലിയ വണ്ടികളും ട്രക്ക് പോലുള്ള വലിയ വലിയ വണ്ടികൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പീഡിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ട് നമുക്ക് ഏത് ലൈനാണ് നമുക്ക് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ മരങ്ങളുണ്ടല്ലോ, അത് UAE ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അതായത് അടുത്ത എക്സ്പോയ്ക്ക് മുമ്പ് 10 ലക്ഷം മരങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കാൻ പോകുന്നത്. അബുദാബിയുടെ മുൻ ഭരണാധികാരിയും അതുപോലെ തന്നെ അറബ് എമിറേറ്റ്സുകളുടെ രൂപീകരണത്തിന് പിന്നിലെ സ്ഥാപക പിതാവുമായ ഷെയ്ഖ് സായിദ് എന്ന വലിയ മനുഷ്യൻ ചെടികളെയും വൃക്ഷങ്ങളെയൊക്കെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള റോഡുകൾ ക്രമീകരിച്ചിട്ടുള്ളതും ഡിസൈൻ ചെയ്തിട്ടുള്ളതും ശരിക്കും ശ്രദ്ധിച്ചു തന്നെയാണ്. അതായത് ഒരു യാത്രക്കാരന്റെ ആവശ്യം മറ്റൊരു യാത്രക്കാരനെ യാതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അബുദാബിയിലുള്ള കോർണിഷ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിക്കാം. സത്യം പറഞ്ഞാൽ ഇന്നൊരു ദിവസം നമുക്ക് ഈ ഹോട്ടലിനെ പുറത്തു നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ന് ഞാൻ അകത്ത് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം കഴിയാതെ അവരെന്നെ പുറത്തിറക്കത്തില്ല. ആ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ കമ്പനിയും ഈ ഹോട്ടലുമായിട്ടുള്ള ഡീൽ. ഈ കൊറോണയുടെ ഒരു ഇഷ്യൂ കാരണം വളരെയധികം റെസ്ട്രിക്ഷൻസ് ആണ് നമുക്ക് ഈ അബുദാബിയിലും മറ്റുള്ളിടത്ത് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഹോട്ടലിൽ വരാനുള്ള ഏക റീസണും. അങ്ങനെ നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇനിയത്തെ 14 ദിവസം നമ്മൾ കഴിയാനുള്ള റൂം. ഇതാണ് ഒരു അടിപൊളി റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്തെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വിൻഡോ തന്നെയാണ്. നമുക്ക് ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അബുദാബി കോർണിഷ് ഏരിയയിലുള്ള ഒരു പാർക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടോ, അടിപൊളി നല്ല ഗ്രീനറിയോടുകൂടി നല്ല ഗ്രീനറിയാണ് നമുക്ക് കാണുന്നത്. നല്ല പച്ചപ്പും അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടും അതേപോലെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ റൂമിനെ പറ്റി പറഞ്ഞു കഴിയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കൗച്ചുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ബെഡുണ്ട്, കിങ് സൈസ് ബെഡാണ് ഇവിടെ. 4 തലയണൊക്കെ എന്തിനാണോ അത്. നല്ല അടിപൊളി ഒരു ബെഡുണ്ട്. പിന്നെ നമുക്കൊരു 55 ഇഞ്ചാന്ന് തോന്നുന്നത്, നല്ല വലിപ്പമുള്ളൊരു TV. പിന്നെ പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ചെറിയൊരു കോഫി സ്റ്റേഷൻ ഉണ്ട്. ചായയോ കാപ്പിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം. ഈ വൈറ്റ് ഷുഗർ, കോഫി മേറ്റ്, തേയില, കാപ്പിപ്പൊടി എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഒരു കോഫി സ്റ്റേഷൻ എന്ന് പറയാം ഈ ഒരു ചെറിയ ഏരിയ. പിന്നെ ആവശ്യത്തിന് കബോർഡുണ്ട്. നമ്മുടെ ഇതെന്താണ്, ഇതിപ്പോൾ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മിനി ഫ്രിഡ്ജ് നമുക്ക് വേണം പറയാം അല്ലേ, ഒന്നുമില്ലാത്തതിലും ബെറ്റർ അല്ലേ മിനി ഫ്രിഡ്ജൊക്കെ. മിനി ഫ്രിഡ്ജുണ്ട്. പിന്നെ നമുക്കിവിടെ ഉള്ളത് നമ്മുടെ വാർഡ്രോബാണ്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് വെക്കാം. ഈ ഒരു അയൺ ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാത്റൂം, ഇതാണ് ബാത്റൂം. ഒരു ബാത്ത് ടബ് അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പിന്നെ സോപ്പ്, കണ്ടീഷണർ, ഷാമ്പൂ, ബോഡി വാഷ് അതുപോലുള്ള ഐറ്റംസ് എല്ലാം റെഡിയാണ്. അപ്പോൾ നല്ലൊരു റൂം തന്നെയാണ് കമ്പനി സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അബുദാബിയിലെ കോർണിഷ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്.
അപ്പോൾ നോർമലി നമ്മളൊരു ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ഉള്ള പ്രൊസീജിയേഴ്സ് അല്ല, നമുക്ക് കുറച്ച് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ ഇനിയുള്ള 14 ഡേയ്സ് നമ്മൾ സെൽഫ് ക്വാറന്റൈൻ ഫോളോ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഹോട്ടലിൽ കിട്ടുന്ന, നമുക്ക് നോർമലി ഒരു ഹോട്ടലിൽ വന്ന് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന സർവീസ് ഒന്നും ഇവിടെ അവൈലബിൾ ആയിരിക്കത്തില്ല. അതായത് നമുക്ക് ഈ ഹോട്ടൽസിൻ്റെ ജിം ഫെസിലിറ്റീസ്, അതുപോലുള്ള മെസ് ഫെസിലിറ്റീസ്, ഇതൊന്നും നമുക്ക് അവൈലബിൾ അല്ല. ഫുഡ് 3 നേരം അവർ കറക്റ്റ് ഡോറിൽ കൊണ്ട് എത്തിച്ചേരും. അല്ലാതെ നമുക്ക് ഇവരുടെ ആ ഫുഡിലേക്കോ അതുപോലെ ഇവരുടെ അഡീഷണൽ ഫെസിലിറ്റീസിലോട്ടൊന്നും നമുക്ക് ആക്സസ് ഉണ്ടാകുന്നതല്ല. അതേപോലെ തന്നെ നമ്മൾ ഈ റൂമിലേക്ക് കയറാനുള്ള കീ കാർഡ് ഉണ്ട്, അത് 1 ടൈമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് ഡോർ ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആക്സസ് ഇല്ല. പിന്നെ ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോട്ടൽ നമ്മുടെ കമ്പനിക്ക് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങളുടെ ഗസ്റ്റ് പുറത്ത് പോയിട്ടുണ്ട്, ഡോർ ലോക്കായി, അപ്പോൾ അഡീഷണൽ ആയിട്ട് സെക്കൻഡ് ടൈം ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ക്വാറന്റൈൻ വയലേറ്റ് ചെയ്തെന്നാണ് അവർ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ വൈകുന്നേരം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ നൈറ്റ് ആംബിയൻസ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ റൂമിലെ നൈറ്റ് ആംബിയൻസ്, അതായത് കംപ്ലീറ്റ് ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ഉള്ള ആംബിയൻസ് ആണ്. അതായത് ഇവിടെ ഇവർ റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് വാം ലൈറ്റ് വെച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വൈറ്റ് ലൈറ്റ് അല്ല ഇവർ യൂസ് ചെയ്തേക്കുന്നത്, അതിന് പകരം വാം ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം കുറവായിരിക്കും, പക്ഷേ വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ആ ലൈറ്റിനോട് തന്നെ ഇണങ്ങി നിൽക്കുന്ന കളറിലുള്ള ഒരു കർട്ടനാണ് ഇവിടെ ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ലൈറ്റിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വാൾ ഡിസൈൻ. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ഹോട്ടൽ നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഹോട്ടലിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഫാമിലിയായിട്ട് തന്നെ നിൽക്കണം, അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല. അപ്പോൾ ഫാമിലിയായിട്ട് വരുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ റൂമിൽ വന്നിട്ട് നമുക്ക് പ്രയർ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതായത് നമ്മുടെ കിബിലയിലേക്ക് നോക്കിയായിരിക്കും നമ്മൾ നിസ്കരിക്കുന്നത്. നിസ്കരിക്കാൻ കിബില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കയിലുള്ള കാബ, അതിലേക്ക് നോക്കിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ അതിനൊരു ഇത് വെച്ചിട്ടുണ്ട്, അതായത് ഡയറക്ഷൻ വെച്ചിട്ടുണ്ട്. കിബിലയുടെ ഡയറക്ഷനാണ് ഇതിൽ കാണിക്കുന്നത്. ബാത്റൂം ആണെങ്കിൽ പോലും അവർ ഓരോ ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഇത് നമുക്ക് വലിച്ച് അതിന് ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും വാഷ് ചെയ്തിട്ട് ഉണക്കാനുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്ട്രോങ് ആണ്. പിന്നെ ഇതെപ്പോൾ പൊട്ടിപ്പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ ആണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. കുറച്ച് വെയിറ്റ് കിടക്കും. പിന്നെ നമ്മുടെ ജീൻസ് പോലുള്ള മെറ്റീരിയൽസ് ഒന്നും കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് 2 ടവല് തന്നിട്ടുണ്ട് യൂസ് ചെയ്യാനായിട്ട്. ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് എമർജൻസി വരുവാണെങ്കിൽ ഈ റിസീവർ ജസ്റ്റ് എടുത്താൽ മതിയാവും. ടെലിഫോൺ എടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഓപ്പറേറ്ററിൻ്റെ അടുത്ത് കണക്റ്റ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്കിവിടെ ഷേവർ കണക്ട് ചെയ്യാനായിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. 110 വോൾട്ടിൻ്റെ ഷേവറും കണക്ട് ചെയ്യാം, 240 വോൾട്ടും കണക്ട് ചെയ്യാനുള്ള 2 പ്ലഗ് പോയിൻ്റ് ഉണ്ട് ഇവിടെ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ റൂമിലെ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഇനി ഇതിനേക്കാൾ ഏറ്റവും വലിയൊരു കാര്യം, അതായത് നമ്മുടെ ഫുഡാണ്. ഫുഡിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് വേണ്ടിയിട്ട് 3 വലിയ മെനു ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആ മെനുവിൽ നോക്കി നമ്മുടെ ഇഷ്ടപ്പെട്ട ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തതിന് ഉടനെ 10 മിനിറ്റിനുള്ളിൽ അവർ നമ്മുടെ ഡോറിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഫുഡും നമ്മൾ നാളെ ഒരു ദിവസത്തെ കംപ്ലീറ്റ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ, അതിൻ്റെ കൂടെ കിട്ടുന്ന സ്വീറ്റ്സ്, അഡീഷണൽ സർവീസസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണാൻ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. സോ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ.